ബാംഗ്ലൂരാകുമ്പോൾ ഡിമാർട്ടിൽ പോകാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഇവിടെ. എന്നാൽ പിന്നെ ഒരു ഡിമാർട്ട് വ്ലോഗ് തന്നെ ആവാമെന്ന് വിചാരിച്ചു. മാസം ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ആ ഭാഗത്തേക്ക്. അപ്പോൾ ഇതുപോലൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങളത് ഇടദിവസം കൂടിയാണ് പോയത്. എന്നിട്ടും തിരക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് അതുപോലെ ഓഫറൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഡിമാർട്ട് എന്ന് പറയുമ്പോൾ. പിന്നെ ഡിമാർട്ടിൽ നിന്ന് നമുക്ക് സ്വീറ്റ്സിനും ബിസ്ക്കറ്റ്സിനും അതുപോലെ തന്നെ പെർഫ്യൂംസിനൊക്കെ അത്യാവശ്യം ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതൊക്കെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ സാധാ ലോക്കൽ ഷോപ്പിൽ നമ്മുടെ നാട്ടിലാവുമ്പോൾ ഇതുപോലെ ഇഡ്ഡലി റൈസ് ദോശ റൈസ് ഒന്നും സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടാറില്ല. എപ്പോഴും പച്ചരി മാത്രം വാങ്ങിച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കാറല്ലേ. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. വെറൈറ്റി ഓഫ് റൈസസ് ഇവിടെ കിട്ടും കേട്ടോ. ബിരിയാണി റൈസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ളത് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബോസ് അതുപോലെ തന്നെ ഹെയർ ക്ലിപ്സ് ഹെയർ ബാൻഡ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെയുള്ള ഈ സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. ഞാൻ പോകുന്നത് തന്നെ ഇതുപോലെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ നോക്കാൻ തന്നെയാണ്. ഇപ്പോൾ ഒരു 2-3 മാസത്തിന് ശേഷം വന്നതുകൊണ്ട് തന്നെ കുറേ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതെല്ലാം നോക്കി എൻ്റെ വിലയെല്ലാം നോക്കി. ഇപ്പോൾ ഈ ചെറിയ പാത്രങ്ങൾക്കൊക്കെ ഒരു 79 രൂപ, അതുപോലെ തന്നെ വലുതാണെങ്കിൽ 199 റുപ്പീസിനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ വീഡിയോയ്ക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. നമുക്ക് അത്യാവശ്യം ഓഫറിനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല ടൈപ്പ് പാത്രങ്ങൾ നമുക്കിവിടെ കിട്ടും. അതാണ് ഞാൻ ഇവിടുത്തെ ഒരു വ്യത്യസ്തത കണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് നോക്കിയെടുക്കാനായിട്ട്. ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര റേറ്റ് കണ്ടിട്ട് ഞാൻ വാങ്ങാതിരുന്ന പല സാധനങ്ങളും ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. ചിലപ്പോൾ മേക്കപ്പ് പൗച്ച് അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ വെറും 99 റുപ്പീസ് അല്ലെ 149 റുപ്പീസിനൊക്കെ ഇവിടുന്ന് നല്ല അടിപൊളി മേക്കപ്പ് പൗച്ചൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ ബോട്ടിലൊക്കെ ഒരു 149 റുപ്പീസ് അല്ലെ 160 റുപ്പീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്ത പ്ലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെ ഭയങ്കര ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള ലഞ്ച് ബോക്സ് അങ്ങനെയുള്ള എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ടോയ്സ് ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടോയ്സ് അവിടെ നിന്ന് കിട്ടും. ചേച്ചിയുടെ കുട്ടികൾക്ക് കുഞ്ഞിലെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കാറും ബൈക്കൊക്കെ ടോയ്സ് ഇപ്പോഴും ഒരു കേടുകൂടാതെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടോയ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാം. അതുപോലെ നല്ല സാധനങ്ങളാണ് എല്ലാം തന്നെ. അപ്പോൾ ആ പെട്ടിക്കൊരു 99 റുപ്പീസൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പം അതുപോലെയുള്ള ഭംഗിയുള്ള നല്ല പെട്ടികളും അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കാണുന്ന സാധനങ്ങൾ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല, അത്രയ്ക്ക് തിരക്കാണല്ലോ ഇവിടെ. അപ്പം നമുക്ക് വെറൈറ്റി സാധനങ്ങൾ ഓരോ മാസം വരുമ്പോഴും പല പുതിയ പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ വാങ്ങാനും പറ്റും കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ 25 രൂപയിലാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് നല്ല സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാറുണ്ട് കേട്ടോ ഇതുപോലത്തെയൊക്കെ. അപ്പോൾ ഇത് ഒരു ലീഫിന് വന്നിട്ട് 39 റുപ്പീസാണ് ആ ഒരു സ്ട്രിങ്ങിന് വരുന്നത്. അങ്ങനത്തെ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അവിടുന്ന് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള കൊട്ടകൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ അന്വേഷിച്ച് കുറേ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിന് ഭയങ്കര റേറ്റ് ആട്ടോ പുറത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ 99 റുപ്പീസേ അതിനുള്ളൂ. അതുപോലെ 169 രൂപയുടെയും അതുപോലെ തന്നെ ഒരു 300 റേഞ്ചിലൊക്കെ വരുന്ന ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഞാൻ അതിൽ 1-2 ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 300 വരുന്നത് ലൈഫ് പ്ലാന്റ് ആണ്, അതൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ടോയ്സ് ഒക്കെ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ടൈപ്പ് ഭയങ്കര പല തരത്തിലുള്ള ടോയ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കുറേ പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ടോയ്സ് ഇതൊക്കെ എടുത്ത് കുട്ടികളൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിംഗിൾ ബെഡ്ഷീറ്റ്സ് ഒക്കെ വരുന്നത് 150 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പില്ലോ കവേഴ്സും എല്ലാം സെപ്പറേറ്റ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. അതൊരു 49 രൂപയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ടേബിളിലുള്ള മാറ്റ്സ് എല്ലാം നമുക്കവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഡ്രസ്സ് പല റേറ്റിലാണ്, 99 തുടങ്ങി 250 ഒക്കെ റേഞ്ചിൽ വരുന്ന നമ്മുടെ നൈറ്റ് ഡ്രസ്സുകളും അതുപോലെ തന്നെ ബനിയൻ ടീഷർട്ട്സൊക്കെയാണ് കേട്ടോ. നൈറ്റ് ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് പുറത്തിടാൻ പറ്റിയ ഡ്രസ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അതും അത്യാവശ്യം ഒരു 1000-1500 റേഞ്ച് വരെയൊക്കെ പോകുന്ന നല്ല ഡ്രസ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചൂടാണല്ലോ അവിടെ, അപ്പം ഇച്ചിരി സോഫ്റ്റ് മെറ്റീരിയലൊക്കെ നോക്കി ഞാൻ കുറച്ചൊക്കെ സെലക്ട് ചെയ്തു. ഡിമാർട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മളൊരു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടായിരിക്കും വരുന്നത്. അതിലൊരു 10 ഐറ്റം ആയിരിക്കും ഉണ്ടാവുന്നെങ്കിൽ
ആണെങ്കിലും നമ്മൾ വാങ്ങിച്ച് വരുമ്പം 20, 30 ഒക്കെ ആയിട്ട് മാറാറുണ്ട് കേട്ടോ. അത് ഏറെക്കുറെ എല്ലാവരും തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. എല്ലാ പർച്ചേസിങ്ങിൻ്റെ ഒടുവിൽ നമ്മൾ ഈ ഒരു സ്ഥലം വിട്ടിട്ട് പോകാറില്ല കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടേ പോകാറുള്ളൂ. ഈ ഡി മാർട്ടിലെ ലൊക്കേഷൻ വരുന്നത് ബൊമ്മസാന്ദ്രയിലാണ്. അപ്പം ഇതുപോലെയുള്ള പിസ്സ കൗണ്ടർ എല്ലായിടത്തും അവൈലബിൾ അല്ല കേട്ടോ. ഇപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. നമുക്കൊരു 99 തുടങ്ങി ഒരു 149 റുപ്പീസ് വരെ പിസ്സ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓൺലി വെജ് പിസ്സയാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഡൊമിനോസിൽ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതൊന്നും ഇതുവരെ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി ചീസൊക്കെ നല്ലപോലെയുള്ള അടിപൊളി പിസ്സയാണ്. അപ്പം ബൊമ്മനഹള്ളിയിൽ പോകുന്നവർ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് കാറിൽ വന്ന് പിസ്സയൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ. വീണ്ടും കാണാം. ബൈ.